മലയോര മേഖലയിലും ആർളം പുനരധിവാസ മേഖലയിലും കാട്ടാനയുടെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർളം ഫാം പുനരധിവാസ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ആന വരുത്തിവെച്ചത്. പുനരധിവാസ മേഖലയിൽ 3 കുളം മേഖലയിൽ 6ഓളം തെങ്ങുകൾ കാട്ടാനകൾ നശിപ്പിച്ചു. ബ്ലോക്ക് 12-ൽ ആനയ്ക്ക് മുന്നിൽപ്പെട്ട യുവാവ് അത്ഭുതകരമായാണ് ഓടി രക്ഷപ്പെട്ടത്. ആനയ്ക്ക് സമീപമെത്തിയ നന്ദു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ബ്ലോക്ക് 10-ൽ അംബിക മുരളിയുടെ വീടിന് മുന്നിലെ വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ആന ആക്രമണം അഴിച്ചുവിട്ടത്. പുനരധിവാസ മേഖലയിൽ 5ഓളം ആനകളാണ് അക്രമകാരികളായി ഭീഷണി തീർക്കുന്നത്. വലിയ മോഴയാന, ചെറിയ മോഴയാന, കല്ലേരിക്കൊമ്പൻ, കോരിക്കൊമ്പൻ, മൊട്ടുകൊമ്പൻ എന്നിവയാണ് ഫാമിലെ അക്രമകാരികളായ കാട്ടാനകൾ. കൂട്ടുപുഴ സ്നേഹഭവന് മുന്നിലും കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചു. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് 100ഓളം അന്തേവാസികൾ താമസിക്കുന്ന സ്നേഹഭവനത്തിന്റെ സമീപത്താണ് കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചത്. വാഴയടക്കമുള്ള കൃഷികൾ കാട്ടാന നശിപ്പിച്ചു. കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നുമിറങ്ങിയ ആനകളാണ് ഇവിടെ നാശം വിതച്ചത്. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം.